ശരിക്കും ഈ വാർത്ത കണ്ടപ്പോൾ സങ്കടമാണ് വന്നത്. കാരണം ഇന്ത്യയിൽ ഇരുന്നിട്ടേ ഇപ്പോഴും മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ കൂട്ടിക്കൊടുക്കണം, അതായത് സ്വന്തം അമ്മയെ കൂട്ടിക്കൊടുക്കുന്ന പോലത്തെ ഒരു സ്വഭാവമാണ് ഈ കാണിക്കുന്നത് പലരും. വിഷമമുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. ഇതൊക്കെ എന്ത് തന്തയില്ലായ്മയാണ് ഈ കാണിക്കണത്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം നാടെന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ പോലെയാണ്. ഈ അമ്മയെ മറ്റുള്ളവരത്തിന് കൂട്ടിക്കൊടുക്കും ആരെങ്കിലും? എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. എന്ത് പറയാനാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടിലുള്ള വെളിയിലുള്ള ശത്രുവിനെ മനസ്സിലാക്കാം, നമ്മളെ കൂടെയുള്ള ശത്രുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ? ശത്രുവല്ല, കൂടെയുള്ളത് ദ്രോഹി. കൂടെയുള്ള ദ്രോഹിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ? വെളിയിലുള്ള ശത്രുവിനേക്കാളും ഡേഞ്ചറാണ് അകത്തുള്ള ദ്രോഹിയെ. ഇതുപോലെ ഇനി എത്ര എത്ര ദ്രോഹികൾ കാണും? എത്ര യുദ്ധം വന്നാൽ ഇതൊക്കെ തീരും? ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊറോണയ്ക്കും വേണ്ട, നിപ്പയ്ക്കും വേണ്ട, പ്രളയത്തിനും വേണ്ട, ഒന്നും വേണ്ട. കാരണം പാപികളെ ദൈവം പന പോലെ വളർത്തും. ഇതൊക്കെ ശരിക്കും നല്ല തന്തയ്ക്ക് പറഞ്ഞ ആരും ഇങ്ങനെ ചെയ്യൂല. അല്ല, ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നണ്? അതാണ് ഞാൻ ആലോചിക്കണത്. എങ്ങനെ തോന്നണ്? നാടിന് വേണ്ടി വീടും കുടുംബമൊക്കെ വിട്ട് ജീവിതത്തിൻ്റെ നല്ലൊരു കാലം മുഴുവൻ ബോർഡറിലും അവിടെയൊക്കെ ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ കഴിച്ച് കിടക്കണ പട്ടാളക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരാർക്ക് വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ പോയി കിടക്കണത്? അവർക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ നാടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ളവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടിട്ട് കല്ലെറിഞ്ഞു കൊല്ലണം. അതങ്ങനെയാണ് ചെയ്യേണ്ടത് ദ്രോഹികളെ. പിന്നെ ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിക്കണില്ല, അതാണ് നല്ലത്. കാരണം ഇത് എന്തും സഹിക്കാം, ഇത് ഒരിക്കലും അനുവദനീയമല്ല. ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ. ഇത് ഇനി ഒരുത്തൻ ഇങ്ങനെ ചെയ്യാൻ തോന്നരുത്, ഒരുത്തനായാലും ഒരുത്തിയായാലും.